നമുക്ക് അതുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവരുടെ പ്രധാനപ്പെട്ട രീതി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുക. നമ്മൾ പറയാത്ത, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വിഷയങ്ങളെ കുറിച്ചിട്ടായിരിക്കും ഇവർക്ക് സംസാരിക്കാനുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ മരിച്ച് നബി മരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 90-100 വർഷം മാത്രമേ ഈ ലോകമുണ്ടാകൂ. അതോടുകൂടി ഈ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? പ്രവാചകൻ കളവ് പറഞ്ഞ്, അതല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ പിൽക്കാലത്ത് വന്ന മതപുരോഹിതന്മാർ പറഞ്ഞ കളവുകൾ ഇപ്പോഴും ഇവരും ആവർത്തിക്കുന്നു. അത്രേ ഉള്ളൂ. ഈ 90-100 വർഷത്തിനകം ഈ ലോകം അവസാനിക്കുമെന്ന് നബിയോട് ആരാ പറഞ്ഞു കൊടുത്തത്? പടച്ചോൻ പറഞ്ഞിട്ടാണെങ്കിൽ ദൈവിക ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത നബിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കളവ് പറയണു. അള്ളാഹു ബോധനം നൽകിയിട്ട് തന്നെ പറഞ്ഞതല്ലേ. അപ്പോ 90-100 വർഷം ശരി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണേ നബിയുടെ മരണം കഴിഞ്ഞു. 200 വർഷം കഴിഞ്ഞിട്ടാണ് ബുഖാരി വന്നിട്ട് ഈ ഹദീസുകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്, എഴുതി ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നബി 100 വർഷമേ നബി കഴിഞ്ഞാൽ ആളുകൾ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് എത്രയായി? 1400. കള്ളം പറയണത് ആരാ? ഇവരുടെ ബേസ് ആണ് കേട്ടോ ഈ നുണ പറയുക എന്നുള്ളത്. ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും നസായിലും തിർമുദിയിലും മറ്റുമൊക്കെ ഉള്ള ഹദീസുകൾ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യം ആ ഗ്രന്ഥങ്ങളെ നിങ്ങൾ ബഹിഷ്കരിക്കാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ അതിനകത്തുള്ള ഹദീസുകൾ മുഴുവനും ശരിയാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാകണം. ഇനി അതിനകത്ത് തെറ്റായ ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റായതിനെ മാറ്റി റെഡ്യൂസ് ചെയ്യാൻ തയ്യാറാകണം. നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ ഒരെണ്ണം ബിൽഡപ്പ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോവാ. ബുഖാരി മുസ്ലിമും ഒക്കെ ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്ന് പറഞ്ഞിട്ട് ഗുരുതരമായിട്ടുള്ള ഇത്തരം ഹദീസുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്? ഖുർആനിലും ഹദീസിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുണ്ട്, ഹദീസുകളുണ്ട്, ഖുർആൻ വചനങ്ങളുണ്ട്. ഇത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഖുർആനാണോ പ്രധാനം, ഹദീസാണോ പ്രധാനം? പടച്ചോനാണോ പ്രധാനം, പ്രവാചകനാണോ പ്രധാനം? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും പ്രധാനമാണ്. പക്ഷേ നബിയെ പറഞ്ഞാലാണ് ഇവർക്ക് കൂടുതൽ കുരു കിട്ടുക. എന്തിനങ്ങനെ? പടച്ചോനല്ലേ പ്രഥമ സ്ഥാനം നൽകേണ്ടത്, പടച്ചോനല്ലേ. നബി നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറിയിരിക്കുന്നു. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമും അറിയില്ല, മുസ്ലിമിനെയും അറിയില്ല, ഖുർആനിനെയും അറിയില്ല, പ്രവാചകനെയും അറിയില്ല. നോക്ക്, അടിമകൾ എന്ന് പറഞ്ഞാൽ ആരാ? വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ, അതായത് സ്വന്തം ശരീരം നബിക്ക് സമർപ്പിച്ച സ്ത്രീകൾ. എത്രയോ വിഭാഗം സ്ത്രീകളെ ആ രൂപത്തിൽ ഭോഗിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം മകളെ വരെ ഭോഗിക്കാം, അവളുടെ ഉമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ. എങ്ങനെയുണ്ട്? ഇങ്ങനെ പഠിപ്പിക്കുന്ന, ഭോഗത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു മതം, ഭോഗിച്ച് ആർമാദിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രം നിയുക്തനായ ഒരു നബിയും. മുഹമ്മദ് നബിയുടെ വാദപ്രകാരമാണെങ്കിൽ 6 വയസ്സുള്ള കുട്ടി സമ്മതിച്ചാൽ അവളുടെ സമ്മതം എന്താ? മൗനമാണ്. അതിനെന്തറിയാം കല്യാണത്തെ കുറിച്ച്? ഇപ്പൊ ഇവര് പരിഷ്കരിച്ച് പറയുന്നുണ്ട്, ആയിഷയ്ക്ക് അന്ന് 18 വയസ്സായിരുന്നു, 3 ചന്ദ്രവർഷമായിരുന്നു അന്ന് ഒരു വയസ്സായിട്ട് പരിഗണിച്ചിരുന്നത്. ഇന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച ഇവന്മാരടങ്ങും. അപ്പൊ 53 വയസ്സുള്ള നബിയെയും 3 കൊണ്ട് ഗുണിക്കണ്ടേ? 159 വയസ്സായിരുന്നു പുള്ളിക്ക്. എന്തുവാടേ ഇതൊക്കെ പറയുമ്പോ നമ്മളെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ വന്നിട്ടൊന്ന് വലിച്ചു കീറുമെന്നെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? ഒരു ദിവസത്തേക്കൊക്കെ പെണ്ണിനെ ഭോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പണം കൊടുത്തിട്ട് ദിവസം നിശ്ചയിച്ചിട്ട് ഭോഗിക്കുക. അതിനൊരു യോനിക്കൂലി ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ കരാറ് കഴിയുമ്പോൾ, നേരം വിളിക്കുമ്പോൾ കരാറ് കഴിഞ്ഞു, ബൈ ബൈ. ഇതിന്റെ പേരല്ലേ വ്യഭിചാരം? ഇതിന്റെ പേരാ വ്യഭിചാരം. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് നമ്മുടെ തലയിൽ കയറുന്നത്?
യോനിക്കൂലി കൊടുത്ത് പെണ്ണുമായി സംഭോഗം നടത്താൻ ഹലാൽ വ്യഭിചാരത്തിന് അനുമതി കിട്ടിയ ഒരു മതം. ചോദിക്കട്ടെ, ആരാ മാരിയത്തുൽ ഖിബ്തി എന്ന് പറയുന്ന അടിമ സ്ത്രീ? ഈജിപ്ഷ്യൻ രാജാവായ മുഖൗക്കിസ് രാജാവ് മുഹമ്മദ് നബിക്ക് സമ്മാനമായി നൽകിയ വ്യക്തിയാണ്, സ്ത്രീയാണ് മാരിയത്തുൽ ഖിബ്തിയ എന്ന സ്ത്രീ. ഈ അടിമ സ്ത്രീയെ മരിക്കുന്നത് വരെ കെട്ടാൻ മറന്നുപോയതാണോ? അടിമപ്പെണ്ണിനെ കെട്ടണ്ട. അടിമപ്പെണ്ണിനെ കെട്ടണ്ട. അല്ലെങ്കിലും അടിമപ്പെണ്ണിന്റെ യോനി, അടിമപ്പെണ്ണിന്റെ ബോഡി നബിക്ക് സ്വന്തമാണ്. ഇതൊക്കെ നിങ്ങളങ്ങ് വിശ്വസിച്ചു. ഇവിടെ ഇതൊന്നും ചെലവാകത്തില്ല കേട്ടോ. കാലിന്റെ ഇടയിൽ പൂടയുണ്ടോ എന്ന് നോക്കി ആളെ കൊല്ലാനും ജീവിക്കാനും പ്രേരിപ്പിച്ച എന്തെല്ലാം രൂപത്തിലുള്ള മ്ലേച്ഛതകളും ക്രൂരതകളും നിന്ദ്യതകളുമാണ് ഇതിനകത്തുള്ളത് എന്ന് തുറന്നു പറയുമ്പോൾ നമ്മുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ഈ മനോഹരന്റെ ലീലാവിലാസങ്ങൾ പരിഷ്കരിക്കാൻ നിങ്ങൾ തയ്യാറാകണം, ന്യായീകരിച്ച് വഷളാക്കാനല്ല. നിങ്ങൾ ന്യായീകരിക്കും തോറും എന്താണ് ഈ നബി പഠിപ്പിച്ചത്, പ്രചരിപ്പിച്ചത്, ചെയ്തു കാണിച്ചത് എന്ന് ഞങ്ങൾ പറയും. ഒരു ജൂത സ്ത്രീ കൊടുത്ത വിഷം കഴിച്ച് 2-3 കൊല്ലത്തോളം നരകിച്ച് 4ാമത്തെ കൊല്ലം പുള്ളി തീർന്നു, ചരിഞ്ഞു. എന്തായിരുന്നാലും ഭാഗ്യം ഉയർത്തെഴുന്നേൽക്കുമെന്ന് മാത്രം മണ്ടൻ സഹാബിമാര് പറഞ്ഞില്ല. അല്ലെങ്കിൽ നബിയുടെ ശ്മശാനത്തിന് മുകളില്, ശ്മശാനം കേട്ടോ, അതിന് മുകളില് എടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കാത്തിരുന്നേനെ. നബിയുടെ മലം കിട്ടിയില്ല എന്നും പറഞ്ഞ് കരയുന്ന ടീമാണ്. അതുകൊണ്ടാ പറഞ്ഞ് നബിയുടെ മലമൊന്ന് കാണാൻ അത്യാഗ്രഹത്തോടെ അനസോടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് പ്രസംഗിക്കുന്നില്ലേ. നബിയുടെ മരണം അതിദയനീയമായിരുന്നു. ചെയ്തത് ചില്ലറയ്ക്കൊന്നും അല്ലല്ലോ. അപ്പൊ അനുഭവിക്കാതെ പോകാൻ പറ്റുമോ? അനുഭവിച്ചേ പോകൂ ഈ ഭൂമിയിൽ നിന്ന് എന്ന് നബി തന്നെ കാണിച്ചു. നബി തന്നെ പഠിപ്പിച്ചു. ചെയ്തതിനെല്ലാം 5 മക്കളുള്ള 4-5 മക്കളുള്ള അസ്മാ ബിന്തു മർവാൻ എന്ന് പറയുന്ന സ്ത്രീയെ പോലും വെറുതെ വിടാതെ നെഞ്ചിലേക്ക് ആഴത്തിൽ കഠാര കുത്തിയിറക്കി 4-5 അനാഥ മക്കളെ സൃഷ്ടിക്കാൻ നബി കാണിച്ച വ്യഗ്രതയുണ്ടല്ലോ, ചരിത്രം സാക്ഷിയ. 104 വയസ്സുള്ള അബു അഫാഖ് എന്ന് പറയുന്ന പാവം വൃദ്ധനെ ക്രൂരമായി കൊന്നതിന്റെയൊക്കെ പ്രതിഫലം അനുഭവിക്കാതെ ചാവാൻ പറ്റുമോ? നബിയുടെ കുടുംബത്തിൽ ആരെങ്കിലും സമാധാനത്തോടുകൂടി ജീവിച്ചു മരിച്ച ചരിത്രമുണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? ഈ നബി ചെയ്തതിനെല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് തീർന്നത്. ഈ പ്രവാചകനെ ന്യായീകരിക്കുകയും ഈ പ്രവാചകനെ വെള്ളപൂശുകയും ചെയ്താൽ ഈ പ്രവാചകൻ ലോകത്തിന് പഠിപ്പിച്ച മാതൃക എന്താണ് എന്ന് ഞങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അനാഥകളെയും വിധവകളെയും സൃഷ്ടിച്ച് സ്വതന്ത്രയായി മര്യാദയ്ക്ക് സ്വസ്ഥമായി ജീവിച്ച സ്ത്രീകളെ പിടിച്ച് അവരുടെ ബന്ധുമിത്രാദികളെ കൊന്ന്, ഭർത്താവിനെ കൊന്ന്, മാതാപിതാക്കളെ കൊന്ന്, സഹോദരങ്ങളെ കൊന്നു, മക്കളെ കൊന്ന് അവരെ അടിമകളാക്കി കൊണ്ടുവന്നിട്ട് അവർക്കൊരു ജീവിതം കൊടുത്തു. അങ്ങനെയാണ് ഖൈബറിന്റെ കൊള്ളയടിയിൽ കിട്ടിയ സൊഫിയയെ സംബന്ധിച്ച് ലോകം അറിയുന്നത്. സൊഫിയയെ ആരാ അടിമയാക്കിയത്? സ്വതന്ത്രയായിരുന്നില്ലേ? അവരുടെ ഭർത്താവിനെ കൊന്ന്, അവരുടെ പിതാവിനെ കൊന്ന് മറ്റ് രാജ്യങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നതിനു വേണ്ടി സൊഫിയയുടെ ഭർത്താവായിട്ടുള്ള കിനാന ഒരു ഗോത്രത്തിന്റെ ഖജാൻജിയായിരുന്നു, സമ്പത്ത് സൂക്ഷിപ്പുകാരൻ. മറ്റൊരു ഗോത്രത്തിന്റെ നേതാവായിരുന്നു സഫിയയുടെ പിതാവ്. ഇവരെയൊക്കെ കൊന്ന് അവരുടെ സമ്പത്തൊക്കെ പിടിച്ചെടുത്ത് അവരെയൊക്കെ അടിമകളാക്കി മാറ്റി ആ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ലൈംഗിക വസ്തുവാക്കി മാറ്റിയപ്പോൾ, സെക്സ് ടോയി ആക്കി മാറ്റിയപ്പോൾ വരും തലമുറ ഇതൊന്നും തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഇത് ഹലാൽ വ്യഭിചാരം ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും മാനുഷികമല്ല.
തന്നെയുമല്ല, ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകയായിട്ടുള്ള പ്രവാചകൻ അത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ അംഗീകരിക്കാൻ.